രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അച്ഛാ, 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 അച്ഛാ. അയ്യോ, എന്റെ പൊന്നുമോൾ എണീറ്റോ? എണീക്കാതെ പിന്നെ വന്നേ, വിഷുക്കണി തൊഴണ്ടേ? ആ, നടന്നോ. ആ, നിന്നെ. ആ, അവിടെ നിന്നോ, നിന്നോ. ആ, ഇനി കണ്ണു തുറന്നോ. നിലാവിൽ വിടരുന്ന മലരെ എന്റെ മക്കളോട് പോലും മിണ്ടാത്തതെന്തേ? മോഹങ്ങളെല്ലാം തൂമഞ്ഞു പോലെ മായുന്ന നേരം തളരുന്നുവോ? കണ്ണീരിലെന്നും നനയും നിൻ മനസ്സ് തിരിനീട്ടി വീണ്ടും തുടരുമി തപസ്. കാണാനിലാവിൽ വിടരുന്ന മലരെ കാറ്റോട് പോലും മിണ്ടാത്തതെന്തേ? ആ മോളെ, നേരത്തെ പറഞ്ഞില്ലേ ഒരു എയർപോർട്ട് ഓട്ടം, ഏതോ VIP-യോ VVIP വരുന്നുണ്ട്. ട്രാവലേൻസിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞതാ. ആ, എയർ അറേബ്യയിൽ ബീച്ച് റോഡിൽ നിന്നാൽ മതിയെന്നാ എനിക്ക് കിട്ടിയ വിവരം. അവർ വന്നോളൂന്ന്. ആ ശരി മോളെ, അച്ഛൻ വിളിച്ചോളാം. മനോഹരൻ. ആ അതെ മാഡം.
ക്ലൗഡ് നൈനിന്ന് പറഞ്ഞിരുന്നേല്ലേ? ഉവ്വ പറഞ്ഞിരുന്നു മാഡം. ആ ഗസ്റ്റ് ഞാനാ. നമസ്കാരം. കയറിക്കോ മാഡം. അല്ല അല്ല മാഡം, വേറെ ലഗേജ് ഒന്നുമില്ലേ? ഞാൻ ഒരുപാട് ഭാരം യാത്രകളിൽ ചുമക്കാറില്ല. പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്ന് ഞാൻ പോകുന്നിടത്തുണ്ട്. എങ്ങോട്ടാ മാഡം പോണ്ടേ? ലൊക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുണ്ട്. പോവാം. മാഡം കയറിക്കോ. മാഡം ഇത് ഡോർ തുറക്ക. മാഡം ഇതെന്റെ വീടാ. അറിയാം മനോഹര, അതറിയാവുന്നതുകൊണ്ടാ ഞാൻ ലാൻഡ്മാർക്ക് പറയാതെ തനിക്ക് ഞാൻ ലൊക്കേഷൻ ഇട്ടുന്നത്. മാഡം ആരാ? എന്തിനാ എൻ്റെ വീട്ടിലോട്ട് വന്നേ? ആ പറയാം മനോഹര, എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എൻ്റെ മകനെ നിങ്ങൾക്കറിയാം. ആരാ മനോഹരേട്ടാ ഇത്? ആരാന്ന് എന്നോട് പറഞ്ഞില്ല. പാർവതിയും വിലാസിനി മുത്തശ്ശിയും അല്ലേ? എന്റെ മകൻ പറഞ്ഞ് എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം. ശരത്തിന്റെ അമ്മയാ ഞാൻ. പ്രഭാവതി. ഓ, ശരത്തുമോൻ കഴിഞ്ഞ ദിവസം കൂടി അമ്മയെപ്പറ്റി വാതോരാതെ പറഞ്ഞതാ. വന്നട്ടെ. കയറിയിരിക്കാൻ തന്നെ വന്നത്. ചില കണക്കുകൾ തീർക്കാനും. ശരത്തിനെ കൂടാതെ എനിക്കൊരു മകൻ കൂടി ഉണ്ടായിരുന്നു. ഇവനേക്കാൾ 1 വയസ്സിന് മൂത്തത്. ശ്രാവൺ. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടല്ലേ ഉള്ളൂ. അവൻ എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയോ? മോനെ, നീ പറഞ്ഞു കൊടുത്തില്ലേടാ നിന്റെ ചേട്ടൻ എന്താ സംഭവിച്ചെന്ന്? ഇല്ലമ്മേ. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങിയൊരു മൃതശരീരത്തെ പറ്റിയേ എവർക്കറിയത്തുള്ളൂ. ജീവനുള്ള ആള് എങ്ങനെ മൃതമായെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. അത് ഞാൻ പറഞ്ഞിട്ടുമില്ല. കഥയുടെ കെട്ടഴിക്കാൻ അമ്മ തന്നെ വരട്ടെ എന്ന് കരുതി. എന്റെ മകനെ ചിതയിലേക്ക് എടുക്കാൻ കാരണമായത് നിങ്ങളുടെ മരുമകളാ. ദേവിക. അവളാ കൊലയാളി. വിളിക്കവളെ. പ്രഭാവതി വന്നിട്ടുണ്ടെന്ന് പറ. ദേവികേ.